ഞാൻ ഡോക്ടർ വിൻസെൻറ്റ്, ശ്വാസകോശ വിഭാഗം സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റൽ മഞ്ഞമ്മൽ. ഞാൻ ഇന്നിവിടെ പ്രതിപാദിക്കാൻ പോകുന്ന വിഷയം എല്ലാ പ്രായക്കാരിലുമുള്ള ഒരു അസുഖമാണ് ബ്രോങ്കിയൽ ആസ്മ. ശ്വാസനാളിയുടെ നീർവീക്കവും അതിനുള്ളിലെ മ്യൂക്കസ് സെക്രീഷനും മസിലിൻ്റെ ടോൺ പോയിട്ട് മസ്കുലർ സ്പാസം ഉണ്ടായിട്ടാണ് ബ്രോങ്കിയൽ ആസ്മ ഉണ്ടാകുന്നത്. കോമ്പിനേഷൻ ഓഫ് എൻവയൺമെൻറ്റൽ ആൻഡ് ഫാമിലിയൽ സിസ്റ്റം ഒന്ന് വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ശരീരത്തിലുണ്ടാകുന്നത്. ശ്വാസകോശത്തിന് ഇത് വരണമെങ്കിൽ കഞ്ചനിറ്റൽ ഒരു ഫാക്ടറുണ്ട്, എൻവയൺമെൻറ്റൽ ഫാക്ടറുണ്ട്. ഇത് രണ്ടും കൂടി പ്രസിപ്പിറ്റേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ശ്വാസം മുട്ടുണ്ടാകുന്നു. ഈ അസുഖം വന്നു കഴിഞ്ഞാൽ ഏർലിയർ ഡിറ്റക്ഷൻ കൊണ്ട് ചികിത്സ നേടിയാൽ ആ എല്ലാ ശ്വാസം മുട്ടുകാർക്കും നല്ലൊരു ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റും. ശ്വാസം മുട്ട് ഒരിക്കലും 100% ക്യൂറേറ്റീവ് രോഗം അല്ല. ശ്വാസകോശങ്ങളിൽ വരുന്ന ഈ വ്യത്യാസം ട്രാൻസിയൻ്റാണ്. ചികിത്സിച്ചില്ലെങ്കിൽ കൂടി അതിൽ കുറച്ച് കുറവ് കിട്ടും. പക്ഷേ എപ്പോഴെങ്കിലും ഒരു ട്രിഗർ വന്നു കഴിഞ്ഞാൽ ഈ ശ്വാസം മുട്ട് നമുക്ക് അനുഭവപ്പെടും. മോഡേൺ ട്രീറ്റ്മെൻറ്റിൽ ഇതെല്ലാം വളരെ ഭംഗിയായി നേരത്തെ ഡയഗ്നോസ് ചെയ്തിരുന്ന കേസുകൾ നല്ല കൺട്രോൾ ലൈഫ്, നോർമൽ ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റും. മരുന്നുകളുടെ ആവിർഭാവത്തോടുകൂടി MDI എന്ന് പറഞ്ഞാൽ മീറ്റേഡ് ഡോസ് ഇൻഹേലേഴ്സ്, മീറ്റേഡ് ഡോസ് ഇൻഹേലേഴ്സിൻ്റെ ആവിർഭാവത്തോടുകൂടി വളരെ ചുരുങ്ങിയ നേരം കൊണ്ട് ആക്ഷൻ വരികയും 24 hours നിൽക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഇതുള്ളത്. ഏറ്റവും ലോ ഡോസ് മരുന്നാണ് ഇതിൽ ചെല്ലുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസും എല്ലാം കുറവായിരിക്കും. ഈ സിസ്റ്റം വളരെ ഭംഗിയായി വർക്ക് ചെയ്യുന്നതുകൊണ്ട് പുതിയ രീതിയിലുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റിനും MDI ഉപയോഗിക്കുന്ന കാരണം ടു സം എക്സ്റ്റെൻറ്റ് എല്ലാ ബ്രോങ്കിയൽ ആസ്മക്കാരും നോർമൽ ലൈഫ് ലീഡ് ചെയ്യുകയാണ്. നല്ല സമയത്ത് ട്രീറ്റ് ചെയ്തില്ലെങ്കിലുള്ള കുഴപ്പം ലേറ്റർ കോംപ്ലിക്കേഷൻസ് വളരെ വലുതാണ്. COPD, ഒരു മാറാത്ത അസുഖം, ഒരിക്കൽ പോലും അനങ്ങാൻ പറ്റാത്ത വിധത്തിലുള്ള അസുഖം, റെസ്പിറേറ്ററി ഫെയിലിയർ, ഓക്സിജൻ കുറഞ്ഞു പോയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുക, സ്ലീപ്പ് ആപ്നിയ, ഇത് 3 ഡേഞ്ചറസ് കണ്ടീഷൻസുമാണ്. ഇതിനെല്ലാം തന്നെ വേണ്ടി വരുന്നത് ഇൻറ്റൻസീവ് കെയർ ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ അതിലേക്ക് പോകാതെ നമ്മൾ കൃത്യമായ ചികിത്സ തുടരുകയാണ് വേണ്ടത്. പ്രിവെൻറ്റേഴ്സ് ആൻഡ് റിലീവേഴ്സ്. പ്രിവെൻറ്റേഴ്സ് എല്ലാ കാലങ്ങളിലും കഴിക്കേണ്ട മരുന്നാണ്. റിലീവേഴ്സ് അറ്റ് ദ ടൈം ഓഫ് ഇൻഫെക്ഷൻ. എപ്പോഴും ഇത് നല്ല രീതിയിൽ ചികിത്സിച്ചാൽ വളരെ നോർമൽ ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖമാണ് ബ്രോങ്കിയൽ ആസ്മ. എക്സാമ്പിളായിട്ട് ഞാൻ പറയാം, നീന്തൽ താരങ്ങളിലെ ഒളിമ്പിക് നീന്തൽ താരങ്ങളിലെ 1/3 ജേതാക്കളും ബ്രോങ്കിയൽ ആസ്മ സഫർ ചെയ്യുന്ന ആൾക്കാരാണ്. അവർ കൃത്യമായ രീതിയിൽ മീറ്റേഡ് ഡോസ് ഇൻഹേലേഴ്സ് ഉപയോഗിക്കുന്നതുകൊണ്ട് അവർക്ക് മെഡൽ വരെ കിട്ടി അവർ പോവുകയാണ്. മീറ്റേഡ് ഡോസ് ഇൻഹേലറിൻ്റെ പ്രത്യേകത മീൻസ് 3 മിനിറ്റ് മുതൽ 24 മണിക്കൂർ വരെ അതിന് നീണ്ടു നിൽക്കുന്ന ആക്ഷനുണ്ട്. ഒരു കാര്യം വെച്ചാൽ നമ്മൾ റീഹാബിലിറ്റേഷൻ പോലെ വന്നുപോയ ആൾക്കാർ കുറച്ച് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ നടത്തേണ്ടതുണ്ട്. സ്മോക്കിംഗ്, ആൽക്കഹോൾ, എക്സർസൈസ്, കോൾഡ് എക്സ്പോഷർ, ഇതെല്ലാം നിർത്തി നമ്മൾ നന്നായിട്ട് സൂക്ഷിച്ചാൽ ഇതിൽ നിന്നും കരകയറാം.